Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഗെയിമിംഗ് മൗസ് ആണ്. അതായത് നമുക്ക് വയർലെസ്ലിയും വയർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗെയിമിംഗ് മൗസ് ആണ്. നമ്മുടെ 𝑬𝐸sports എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു എന്താ പറയുക GM700 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഇതാണ് അതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 𝑬𝐸sports നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്ക് ഒരു ഗെയിമിംഗ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അക്സസറീസ് ഒക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ നമ്മുടെ PC-യുടെ ബോർഡിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ 𝑬𝐸sports-ന് ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സംഭവം തന്നെയാണ്. ഇത് നമുക്ക് 2.5 GHz വർക്ക് ചെയ്യുന്ന വയർലെസ് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. വയർഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഡ്യുവൽ ഫീച്ചറുള്ള ഒരു മൗസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രൈസും കാര്യങ്ങളൊക്കെ കുറവാട്ടോ. ഇതിൽ MRP പുറത്തേക്ക് എന്ത് 2000 രൂപയ്ക്കാണ്. പക്ഷെ നമുക്കൊരു 1000-ന്റെ താഴെ 800-ന്റെ താഴെയൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ. ഞാൻ ഇതിന്റെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്കിതിൽ എന്താ പറയുക RGB ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അത് പിന്നെ Type-C ആണ്. Type-C നമുക്ക് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ Type-C കുത്തി വെച്ചിട്ട് നമുക്കത് വയർഡ് ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ബോക്സും ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ബോക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബോക്സ് പരിചയപ്പെടാം. അതിനുശേഷം ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇതിൽ 7 ബട്ടൺ വരുന്നുണ്ട്. അതായത് നമുക്ക് ഗെയിമിംഗ് മൗസ് ആണല്ലോ. 4800 DPI ഗെയിമിംഗ് സെൻസർ ആണ് ഇതിൽ വരുന്നത്. പ്രൊഫഷണൽ ഗെയിമിംഗ് സെൻസർ ഫോർ അൾട്ടിമേറ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ്. 6 DPI സെൻസിറ്റിവിറ്റി ആണ് ലെവലുള്ളത്. അതുപോലെ തന്നെ Type-C പോർട്ടാണ്. അതായത് നമുക്ക് Type-C ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ബിൽഡ്-ഇൻ 500 mAh റീചാർജബിൾ ലിഥിയം ബാറ്ററിയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഹൈ പ്രിസിഷൻ സ്ക്രീൻ വീലാണ് വരുന്നത്. സ്ക്രോൾ വീലാണ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ബട്ടൺ നമുക്ക് സൈഡിലായിട്ട് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ നമുക്ക് LED ഇലുമിനേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്റെ ബോക്സ് ഡീറ്റെയിൽസും അൺബോക്സിംഗ് ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആകാൻ മറക്കണ്ട. രണ്ടാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടാ. ഇൻസ്റ്റാഗ്രാം പേജ് നമ്മുടെ ഉണ്ട്, അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തില്ലേ. അപ്പോൾ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ 𝑬𝐸sports-ന്റെ മൗസിന്റെ ബോക്സ് വരുന്നത്. മുകളിലായിട്ട് നമുക്ക് GM700 എന്ന് പറഞ്ഞ അവരുടെ മോഡൽ നമ്പർ ചെയ്തിട്ടുണ്ട്. RGB ഗെയിമിംഗ് മൗസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പടം കൊടുത്തിട്ടുണ്ട്. കണ്ടു RGB ലൈറ്റൊക്കെ നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ലൈറ്റാണ്. അതുപോലെ തന്നെ മൾട്ടി കളറിംഗ് ബാക്ക് ലൈറ്റ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 4800 DPI വരുന്നുണ്ട്. അപ്പോൾ നല്ല സംഭവമാണ്. അതുപോലെ തന്നെ നമുക്ക് 2.5 GHz വയർലെസ് പ്ലസ് വയർഡ് ഡ്യുവൽ മോഡ് വരുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഗെയിമിംഗ് മൗസ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡിലായിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ആയിട്ട് 2.5 GHz വയർലെസ് ആൻഡ് വയർഡ് 1.5 മീറ്ററിൻ്റെ ബ്രൈഡഡ് കേബിളാണ് വരുന്നത്. ഫ്രെയിം റേറ്റ് 30 IPS ആണ്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് DPI ബട്ടൺ വരുന്നുണ്ട് ബോട്ടമിൽ. 4800 DPI ആണ് വരുന്നത്. പ്ലഗ് ആൻഡ് പ്ലേ ആണ്. 500 mAh ബാറ്ററി വരുന്നുണ്ട്. 5 മില്യൺ ബട്ടൺ ലൈഫ് സ്പാൻ വരുന്നുണ്ട്. അൾട്രാ ലൈറ്റ് വെയ്റ്റ് ഡിസൈൻ ആണെന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വെബ്സൈറ്റും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. MRP 2000 കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു 600 രൂപ 700 രൂപ റേഞ്ചൊക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇത് ഉണ്ട് നമ്മുടെ സീൽഡ് പാക്കേജാണ്. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതിൽ Type-C പോർട്ടാണ് വരുന്നതൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 7 ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിത്തൗട്ട് എ ഡ്യൂ നമുക്ക് എന്തായാലും നമ്മുടെ സീൽ പൊട്ടിക്കാം. ഇത് ഒരു ടൈപ്പാണ് കേട്ടോ നമ്മുടെ സീല്. അത് ഈസിയായിട്ട് നമുക്ക് കൈകൊണ്ട് പൊട്ടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ പൊട്ടിച്ചത്. അപ്പോൾ നമുക്ക് ഇത് തുറക്കാം. ഇത് തുറക്കാൻ കുറച്ച് പാടാണ്. എന്താ വെച്ചാൽ നല്ല ടൈറ്റിങ് ആണ്. അത് എന്താ വെച്ചാൽ അവരുടെ ഒരു എന്തെങ്കിലും വെച്ച് നമ്മളിത് വലിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ കവറ് പൊട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്കൊരു എന്താ പറയുക ഒരു സിസറോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കേജിങ് ഓപ്പണാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡുവൽ സൈഡ് 2 സൈഡും തുറക്കണം. നല്ല ടൈറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ബോക്സിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത് എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പാക്കേജിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ വയറ് നല്ല വയറാണ്. ഇത് ബ്രൈഡഡ് കേബിൾ അങ്ങനെ ഇത് ബ്രൈഡഡ് ഒന്നും അല്ല കേട്ടോ. അത് ബ്രൈഡഡ് ഒന്നും അല്ല കേട്ടോ. ഒരു എന്ത് ഉദ്ദേശിച്ചാണ് ബ്രൈഡഡ് കേബിൾ എന്ന് ഉദ്ദേശിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. Type-C കേബിളാണ്. Type-A to Type-C ആണ്. പിന്നെ നമുക്ക് ഒരു കാർഡിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ യൂസർ മാനുവലും വാറണ്ടി കാർഡും വരുന്നുണ്ട്. 1 year വാറണ്ടി വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മൗസ് വരുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൗസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സൂം ചെയ്യാം. ഇതിലേക്ക് ഉണ്ടോ നല്ല ഡിസൈനാണ്. ഒരു എന്താ പറയുക ഹണിക്കോമിൻ്റെ ഒരു ചെറിയ ടൈപ്പ് ഓഫ് ഡിസൈനൊക്കെ ആയിട്ട് ഒരു ട്രയാങ്കിൾ സാധനമൊക്കെ ആയിട്ട്. ഇതൊക്കെ ലൈറ്റാണ്. അവിടെയൊക്കെ ലൈറ്റാണ്. നമുക്ക് നോബ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്വിച്ച് വരുന്നുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്റ്റിക്കലിൻ്റെ സംഭവം വരുന്നുണ്ട്. DPI ബട്ടൺ വരുന്നുണ്ട്. ഇത് അതിൻ്റെ നമുക്ക് വയർലെസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഡോങ്ങുകളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കമ്പ്യൂട്ടറിൽ കുത്തിയിട്ട് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് ചാർജ് ഉണ്ടാവുമോ? ചാർജ് ഉണ്ട് കണ്ടു.
ചെറുതായിട്ട് ചാർജ് ഉണ്ട്. അപ്പോൾ ഇത് ഓണായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാനിത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വയർഡായിട്ടും വയർലെസ് ആയിട്ടും കുത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാനത് നമ്മുടെ ക്യാമറയിൽ ഞാൻ കാണിച്ചു തരാം. അല്ല, ക്യാമറ അല്ല, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഞാൻ കുത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ടോപ്പ് നോച്ച് ആണ് കേട്ടോ. ശരിക്കും ഈ പ്രൈസിന് വെച്ച് നോക്കുമ്പോൾ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഡിസൈനും, ഇതിൻ്റെ ലൈറ്റ് കത്തുന്നത് നല്ല ഡിസൈനാണ്. ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്കിത് കമ്പ്യൂട്ടറിൽ കുത്തിയിട്ട് ഒന്ന് യൂസേജ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന മൗസ് കിട്ടുക. അപ്പോൾ ഇത് നമ്മുടെ ചാർജ് ചെയ്തതിൻ്റെ കേബിളാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള കേബിളാണ്, ടൈപ്പ് സി കേബിളാണ്. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് നമ്മൾ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക കേട്ടോ. നമുക്കിതിൽ ചാർജ്, നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വയർലെസ് ആയിട്ട് ഉപയോഗിക്കാം, വയർഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കുറേ സ്വിച്ചുകളുണ്ട്. ഇത് നമുക്ക് ലെഫ്റ്റ് ആൻഡ് ഫോർവേഡ് നമുക്ക് ഗെയിമിംഗ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള സ്വിച്ചസ് ആണിത്. ഇത് നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇവിടെ നമുക്ക് DPI സ്വിച്ച് വരുന്നുണ്ട്. താഴെ നമുക്ക് എക്സ്ട്രാ കുറച്ച് ഓൺ ഓഫ് ബട്ടൺസും അതുപോലെ തന്നെ ലൈറ്റ് കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമുക്ക് ആ ഡോങ്കിൾ കിട്ടുന്നുണ്ട്. ഈ ഡോങ്കിൾ ഇതാണ് നമ്മുടെ വയർലെസ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ഡോങ്കിൾ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ടൈപ്പ് സി കേബിളിൽ കുത്തിയിട്ട് നോർമൽ നമ്മുടെ USB പോർട്ടിൽ കുത്തി കഴിഞ്ഞാൽ അത് വയർഡായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ഡോങ്കിൾ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മൗസ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇതാ കണ്ടോ, മൗസ് ഉപയോഗിക്കുന്നത്, ഞാൻ ഈ മൗസാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ റെഡ്ഡ്രാഗൻ്റെ ഇത് ലിനോവോ ലീജിയൻ്റെ മൗസ് ആയിരുന്നു. ഇത് നമുക്ക് വയർഡാണ്. ഇതാണ് ഇപ്പോൾ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ടോ. ഇത് നമുക്ക് ഈ സാധനം ഊരി കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ഡോങ്കിൾ ഞാൻ ഊരി ഇവിടെ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ഡോങ്കിൾ ഊരി അപ്പം ഞാൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ നോർമൽ നമ്മുടെ കേബിൾ കുത്തിയിട്ടും വേണമെങ്കിൽ നമ്മുടെ വയർക്ക് മൗസായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ഞാൻ കുത്തി ഡിറ്റക്ട് ചെയ്തു ഉണ്ടോ, മൗസ് ആവണുണ്ടോ. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പ്രൈസിന് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാല്യൂ ഫോർ മണി തന്നെയാണ്. 599 റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു ഗെയിമിംഗ് മൗസിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടു, സംഭവം കൊള്ളാമെങ്കിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് നമ്മുടെ എന്താ പറയുക, ആൻഡ് Esportsൻ്റെയാണ്. അപ്പോൾ എൻ്റെ ഈ ഡെസ്ക്ടോപ്പിൻ്റെ ഇതും ആൻഡ് Esports. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് തന്നെയാണ്. 1 year വാറൻറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പർ GM700 എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു ബഡ്ജറ്റ് വയർലെസ് ഗെയിമിംഗ് മൗസ് നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് കയറി വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കാൻ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാം കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് വല്ലതും. ബൈ.